ഇന്ന് പോകുന്നത് ഒരു സർപ്രൈസ് സ്ഥലത്തേക്കാണ്. ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വേണ്ടിയിട്ടാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി രമണീയമായ അല്ലെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം അവിടെയുള്ള വിശേഷങ്ങൾ ബാക്കി വീഡിയോയിലൂടെ കാണാം. അപ്പോൾ കാണാൻ പറ്റിയില്ല. നടനാ ഭയങ്കര ഇഷ്ടം എനിക്ക് അയാളെ. ഭാരത് ബൊപ്പണ്ണ കന്നഡയാ? കന്നഡയോ തെലുങ്കോ എനക്കറിയില്ല. എനിക്കറിയാത്ത നടനേതാ ഭാരത് ബൊപ്പണ്ണ? ഇപ്പൊ മറ്റേ ബ്രൊമാൻസിൽ അഭിനയിച്ച നമ്മൾ കാവുംപടി എത്തി ഗൈസ്. എന്റെ ഫ്രണ്ട് ഉണ്ട്, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ, അവളെപ്പാട് എന്ത് ചെയ്തു, ക്ലാസ്സിൽ വരാണ്ട് നേരെ ഗുണ്ടൽപേട്ട് പോയി. ഓളും ഓളുടെ വീട്ടുകാരെല്ലാം കൂടിയിട്ട് എട്ടപ്പാട് ഓളുടെ അമ്മ ഗ്രൂപ്പിൽ മെസ്സേജ്, സാറേ ഇതിഹക്ക് അലർജി ആയിട്ട് അട്ടോ വരാത്തേന്ന്, ഒരു കുത്തിയുള്ള വർത്താനം. എന്നിട്ട് ഞാനൊക്കെ മെസ്സേജ്, മോളെ അലർജിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പാടോള് ഗുണ്ടൽപേട്ടത്ത് ഒരു 123 ഫോട്ടോ ഇട്ടു തന്നു എനിക്ക്. ഇപ്പൊ അല്ല ഞങ്ങളോട് പറഞ്ഞു ഓള് പോകുന്നുണ്ട്. ഹലോ, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു വാട്ടർഫാൾസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊരു റബ്ബർ തോട്ടത്തിലൂടെയാണ് പോകുന്നത്. ഏതാ വീട്? അതിനെ വാർത്തിച്ചില്ലേനെ. ദുർഘടമായ വഴിയിലൂടെയാണ് ഗൈസ് നമ്മുടെ യാത്ര. ചീടുന്നൊക്കെ തെന്നി അങ്ങ് വീഴണം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാട്ടർ ഫോൾസ് കേട്ടോ. ഇത്ര വലിയ പാറയാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കായിട്ടാണ് ഈ വാട്ടർ ഫോൾസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ വെള്ളം കുറവാന്നാ പറയുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരുന്ന കാണണല്ലേ. എൻ്റെ മോനെ, ഇതാണ് നമ്മള് ഇതെനിക്ക് ഒറ്റക്കൊന്നും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ട്. അവൾ കുഞ്ഞതായതുകൊണ്ട് അവൾക്ക് പിന്നെ എല്ലാ സ്ഥലത്തൂടെയും പോകാം. പക്ഷേ ഇത് ഒരു വെറൈറ്റിയാണ്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെറൈറ്റിയാണ്. ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം നമ്മളെ ഗ്രാമങ്ങളിൽ ഉണ്ടെന്നുള്ളത് ഇതിങ്ങനെ എന്താ പറയുക ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞങ്ങൾ വാട്ടർഫാൾസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വയൽപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു വലിയ പാറയുണ്ട്. ആ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ തെല്ലങ്കേരി ടൗണും അങ്ങനെ മൊത്തം കാണാമെന്നാണ് പറഞ്ഞത്. ഇത് ഓഫ് റോഡിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ നീർച്ചാലുകളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വേണം പോകാൻ. നിറച്ച് മുള്ളാണ്, കുനിഞ്ഞു പോകേണ്ടത്. എന്താണ് കാര്യമായി പാറ ഇതാണ്. പക്ഷെ അത് വീഡിയോ എടുത്തപ്പം അത് ഇങ്ങനെ ആയിപ്പോയി. ഫോട്ടോ എടുത്തപ്പം പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്.
നല്ല രസമാണ്. കുറച്ച് കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കിട്ടി. അപ്പോൾ ഞങ്ങൾ വയൽപ്പാറയും കണ്ട് ഓഫ് റോഡ് ഇറങ്ങുകയാണ്. ജീപ്പ് ഇങ്ങനത്തെ റോഡിലൂടെയാണ് കയറി പോയത്. ഇനി ഞങ്ങൾ കാണാൻ പോകുന്ന ചിത്രകൂടമാണ്. നമ്മൾ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടേക്ക് വരാറുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ചും ആളുകളുണ്ടായിരിക്കും. കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മക്കളുടെ കൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ വലിച്ച് ശ്വാസം വലിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ചിത്രകൂടത്തിൽ നിന്നുള്ള കാഴ്ചകളാണിത്. കണ്ണൂർ ജില്ല മൊത്തം കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മട്ടന്നൂർ എയർപോർട്ടൊക്കെ എന്തായാലും കാണുന്നുണ്ട്. ഫോണിലെല്ലാം കാണുന്നുണ്ടെന്നത് വിശ്വാസമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പം ഭാഗ്യത്തിനൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല. അതാ ചെറിയ പൊട്ട് പോലെയാണ്. ഇത് ലാൻഡ് ചെയ്യുന്നോടം വരെയുള്ള വീഡിയോ ഉണ്ട്. ക്ഷമയോടെ ഇരുന്ന് സൂക്ഷിച്ച് നോക്കണം കേട്ടോ, എന്നാലും ഫ്ലൈറ്റ് കാണുകയുള്ളൂ. ഇത് വീഡിയോ എടുത്തതിൻ്റെ കുറച്ച് മിസ്റ്റേക്സുകളുണ്ട്. വിമാനം വെള്ളത്തിൽ മീന് നീന്തുന്ന പോലെ ഇല്ലേ? മിന്നുവിൻ്റെ കമൻ്റാണ് വെള്ളത്തിൽ മീൻ നീന്തുന്ന പോലെ. അതുപോലെ പൊട്ട് പോലെയാണ് കാണുന്നത്. നീങ്ങി പോകുന്നുണ്ട്. ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റുമോ നിങ്ങൾ? വിമാനം ലാൻഡ് ചെയ്യാണ്. അത് കുറച്ച് സൂമിലെടുത്ത് ലാൻഡ് ചെയ്യാണ് വിമാനം. കണ്ടു പക്ഷെ അത് പ്ലെയിൻ ആണെന്ന് ആർക്കും മനസ്സിലാവൂല. നല്ല ക്യാമറ ആണല്ലേ. ഇതിപ്പോൾ നല്ല കോടമഞ്ഞുള്ള സമയത്ത് വേണം വരാൻ. ഇതിപ്പോൾ കുറച്ച് വെയിലാണ്. അപ്പോൾ കോടമഞ്ഞുള്ള സമയത്ത് വന്ന് നല്ല രസം, നല്ല തണുത്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിത്രകൂടത്തിലുള്ള ഒരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് വന്നത്. ഇതാണോ ക്ഷേത്രം? മൂന്ന് വീരപ്പൻ അനുയായികൾ. ഇത് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കാട് പ്രദേശമാണ്. മരത്തിൻ്റെ മേലെ ഇങ്ങനെ ഞറങ്ങണ പിറങ്ങണ കിടക്കുന്ന വള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ തിരിച്ച് തില്ലങ്കേരി വന്ന് ഒരു ബിരിയാണിയൊക്കെ തിന്ന് മിന്നുവിന് NSSൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കാളകത്ത്. അവിടെ കൊണ്ടുവിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.